അപ്പോൾ 2 മാസത്തെ വെക്കേഷൻ കഴിഞ്ഞ് ഇനി സ്കൂളിലേക്ക്. അപ്പോൾ ആദ്യത്തെ ദിവസം തന്നെ ഇളയാൾ റെഡിയായി വന്ന് ഫോട്ടോയ്ക്ക് പോസ് ചെയ്യണേ. അപ്പോഴത്തേക്കും മൂത്ത ആളും എത്തി. മൂത്ത ആൾ ഹെൽമെറ്റൊക്കെ വെച്ചാൽ വരുന്നത്. നമ്മൾ സ്കൂട്ടിയിലാണ് കേട്ടോ പോകുന്നത്. അപ്പം ഇളയാൾ ചീത്ത പറയാ, എൻ്റെ ഫോട്ടോ എടുത്താൽ മതി, താത്തിയുടെ ഫോട്ടോ എടുക്കണ്ടെന്നുള്ളത്. അപ്പോൾ താത്തി ഫോട്ടോ എടുക്കാൻ നിൽക്കുന്നത് കൊണ്ട് തന്നെ അവൾക്ക് ഭയങ്കര ദേഷ്യമാണ്. അപ്പോൾ ഇവിടെ തട്ടി മാറ്റുന്നുണ്ട് കേട്ടോ, നീ ഫോട്ടോ എടുക്കാൻ നിൽക്കേണ്ടെന്ന് പറഞ്ഞിട്ട്. അങ്ങനെ ഞാൻ അവളെ അവിടെ നിന്ന് വെളിയിലിറക്കിയിട്ട് അവളുടെ ഫോട്ടോ എടുക്കുവാണേ. അവളെ ഫോട്ടോ എടുത്ത സമയത്ത് ഇളയാൾ അവിടെ വമ്പം കലപ്പിലാണ്, എൻ്റെ ഫോട്ടോ എടുക്കണ്ട, ഇനി എനിക്ക് ഫോട്ടോ എടുക്കണ്ടെന്ന്. ഞാൻ ആദ്യമേ തന്നെ അവൾ ഫോട്ടോ എടുത്തിരുന്നല്ലോ, ഇനി എൻ്റെ ഫോട്ടോ എടുക്കണ്ട, ഞാൻ ഫോട്ടോയ്ക്ക് നിൽക്കില്ല എന്നൊക്കെ പറയും. വന്നടിയാണ്. അങ്ങനെ നമ്മൾ അവളെയും കൊണ്ട് സ്കൂളിൽ വിട്ടതിന് ശേഷം പിന്നെ മൂത്ത ആളിനെ വിടുവാണ് കേട്ടോ. അപ്പം അവൾ സ്കൂളിലോട്ട് എത്തി. അപ്പം മൂത്ത ആളാണെങ്കിൽ ഇത്തിരി അകലെയാണ് പഠിക്കുന്നത്. ഇളയാളിനെ ഇത്രയും അകലെ കൊണ്ടുവരാനുള്ള ബുദ്ധിമുട്ട് കാരണം നമ്മൾ അടുത്ത് തന്നെയാണ് ആക്കിയിട്ടുള്ളത്. അപ്പം അവൾ ഒരു 20 കിലോമീറ്റർ അകലെയാണ് കേട്ടോ പഠിക്കുന്നത്. അപ്പോൾ നമ്മൾ അവിടെ എത്തി. അപ്പം നിങ്ങളെല്ലാവരും ഒരു രക്ഷകർത്താവാണ് നാട്ടിലുള്ളതെങ്കിൽ, അല്ലെങ്കിൽ ഒരു രക്ഷകർത്താവേ ഉള്ളൂവെങ്കിൽ, 2 മക്കൾ 2 സ്കൂളിലാണ് പഠിക്കുന്നതെങ്കിൽ എന്നെപ്പോലെ ഇങ്ങനൊരു ബുദ്ധിമുട്ട് അനുഭവിച്ചിട്ടുണ്ടാവും അല്ലേ. കാരണം 2 പേരെയും 2 സ്കൂളിലാക്കണം, നമുക്ക് ആദ്യ ദിവസം പോകണം, അങ്ങനെയൊക്കെ ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ടാവും അല്ലേ. അപ്പോൾ ഞാനും അങ്ങനെ ഒരു അനുഭവിച്ച വ്യക്തിയാണ്. അപ്പോൾ ഞാൻ എന്തായാലും ഇളയാളിനെ ഉമ്മയെ ഏൽപ്പിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ആ ഉമ്മയും കൂടെ അവിടെ ചെല്ലും. അപ്പോൾ അവൾ അവിടെ പോയി അങ്ങനെ മൂത്ത ആളിനെ ഇവിടെ കൊണ്ടുവന്നു. അപ്പോൾ അവളെ ക്ലാസ് റൂം ഈ 3ാമത്തെ നിലയിലാണ്. അത് കഴിഞ്ഞ ശേഷം നമുക്ക് അവളെ ക്ലാസ്സിലോട്ടാക്കി. പിന്നെ ഞാൻ നേരെ ഓഡിറ്റോറിയത്തിലോട്ട് പോയിട്ടാ. അവിടെ PTA മീറ്റിംഗ് കണക്ക് നടക്കുന്നുണ്ടായിരുന്നു. അവിടെ ഒരു സമ്മേളനം. കാരണം രക്ഷകർത്താക്കൾക്ക് ഈ വർഷം ഇനി എന്താണ് കുട്ടികൾക്ക് ചെയ്തു കൊടുക്കാനുള്ളത്, അവരെങ്ങനെയാണ് നമ്മളെ റെഡിയാക്കേണ്ടത് എന്നൊക്കെയുള്ളൊരു കാര്യങ്ങളൊക്കെ സാറ് പറഞ്ഞു തന്നു. അങ്ങനെ നമ്മൾ അതൊക്കെ കേട്ടതിന് ശേഷം പിന്നെ ഞാൻ തിരിച്ച് വന്നിട്ട് ഇതാണ് കേട്ടോ മോളെ ക്ലാസ്സിലോട്ട് വന്നിട്ട് അവളെ വിളിക്കുകയാണ്. അപ്പോൾ അവളിതോ വരുന്നുണ്ട്. അപ്പോൾ അവളെയും വിളിച്ചുകൊണ്ട് വന്നിട്ട്, അവൾ 3ാമത്തെ നിലയാണല്ലോ ക്ലാസ്. അപ്പോൾ നമ്മൾ അവിടെ നിന്ന് ഇങ്ങനെ താഴോട്ട് നോക്കുകയാണ് കേട്ടോ. സ്കൂളിലെ ഗ്രൗണ്ട് മൊത്തം വണ്ടികളും ആളും തിരക്കൊക്കെ നമ്മൾ നല്ല രസമായിട്ട് നമ്മൾ കുറേ നേരം അവിടെ നിന്ന് ഇങ്ങനെ താഴോട്ട് നോക്കിയിരുന്നു കേട്ടോ. ഞാൻ അവൾ എന്നിട്ട് നോക്കിയിരുന്നതിന് ശേഷമാണ് നമ്മൾ താഴോട്ട് ഇറങ്ങുന്നത്. അപ്പോൾ താഴോട്ട് ഒന്നും മേലോട്ടും ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നതിൽ തിരക്ക് കാരണം പിന്നെ നല്ല തിരക്കായപ്പോൾ നമ്മൾ പതുക്കെ താഴോട്ട് ഇറങ്ങാനായിട്ട് തുടങ്ങി. അങ്ങനെ നമ്മൾ താഴെ വന്നു. മോളിവിടെ ഓഫീസിൻ്റെ ഫ്രണ്ടിൽ നിർത്തിയിട്ട് ഞാൻ പോയി റൂട്ടിൻ്റെ കാര്യങ്ങളൊക്കെ സംസാരിച്ചിട്ട് എല്ലാവരും പോകുന്നു. അപ്പോൾ നമുക്ക് ഇനി വീട്ടിലോട്ട് പോകാം. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമായാൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സഹായിക്കണം കേട്ടോ.